ഹലോ, ഏവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനാപകടങ്ങളെക്കുറിച്ചാണ്. ഇപ്പോഴും ആദ്യമായും വാഹനാപകടങ്ങൾ ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. റോഡുകളിൽ വളരെയധികം വികസനങ്ങൾ ഉണ്ടായിട്ടും അശ്രദ്ധമായുള്ള വാഹനം ഓടിക്കുന്നത് കാരണമാണ് വാഹനാപകടങ്ങൾ പ്രധാനമായും കൂടാൻ കാരണം. പ്രത്യേകിച്ച് ഇപ്പോൾ മഴയുള്ള സമയത്ത് വാഹനം ഓടിക്കുന്നതും നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. താഴെ പറയുന്ന കാര്യങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. 1. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഇടതുവശം ചേർന്നോടിക്കുക. 2. പതുക്കെ ഓടിക്കുക. 3. മത്സരയോട്ടം അതുപോലുള്ള ചിന്തകൾ അനാവശ്യമായി എന്നേക്കുമായി ഇല്ലാതാക്കുക. 4. സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം സ്വീകരിക്കുക. 5. വേഗതയിൽ പോകുന്നവരുടെയും അപകടകരമായ വാഹനം ഓടിക്കുന്നതിനുടെയും ലൈസൻസ് റദ്ദാക്കുക. അവസാനമുള്ളത് ലൈസൻസ് എടുക്കുന്ന രീതികൾ വളരെയധികം കൂടുതൽ കർശനമാക്കുക. ഇത്രയും കാര്യങ്ങൾ കർശനമായി മുന്നോട്ട് കൊണ്ടുവന്നാലും ശ്രദ്ധിച്ചാലും മാത്രമേ വാഹനാപകടങ്ങൾ എന്നേക്കുമായി കുറയ്ക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറേ തരം വളരെയധികം വ്യത്യസ്തമായുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതിനാൽ മാനുവൽ ആയിക്കോട്ടെ, ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, ഇലക്ട്രിക് ആയിക്കോട്ടെ, അതെല്ലാം ഓടിക്കുമ്പോൾ അതിൻ്റേതായ ശ്രദ്ധയോടുകൂടിയും അത് മനസ്സിലായി നന്നായി പഠിച്ച് മാത്രമേ വാഹനങ്ങൾ ഓടിക്കുവാൻ പാടുള്ളൂ. അറിയാത്തവർക്ക് കഴിയുന്നത് അതുപോലുള്ള വാഹനങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്യരുത്. ഇങ്ങനെ അശ്രദ്ധക്കുറവ് കാരണം വാഹനാപകടങ്ങൾ കുറേ ഉണ്ടാകുന്നുണ്ട്. അതും എല്ലാവരുടെയും ശ്രദ്ധയിൽ വളരെ അധികം കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും വളരെയധികം നന്നായി ഒറ്റക്കെട്ടായി ശ്രമിച്ചാലേ വാഹനാപകടങ്ങൾ ഒരിക്കലും ഇനി വരാതിരിക്കുള്ളൂ. കഴിയുന്നത് നന്നായി അത് കുറയ്ക്കാം. വാഹനാപകടങ്ങൾ കുറേ പേര് മരണപ്പെടുകയും പല രീതിയിലുള്ള പരിക്കുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും എന്നേക്കുമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. അതിനാൽ എല്ലാവരും കഴിയുന്ന മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. വാഹനാപകടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ഓരോ ജീവികൾക്കും അവരുടെ ജീവൻ വളരെയധികം വിലപ്പെട്ടതാണ്. അതിനാൽ തന്നെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ തന്നെ വാഹനങ്ങൾ വളരെയധികം പറ്റാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ പോകുന്നത്. വളരെയധികം നിർബന്ധമാണ് ഒരു വാഹനം ഒരു മനുഷ്യന് തന്നെ. അതിനാൽ തന്നെ വാഹനങ്ങൾ കുറയാൻ വേണ്ടി എല്ലാവരും കഴിയുന്നധികം നന്നായി ശ്രമിക്കേണ്ടതുമാണ്. ഓരോ ദിവസം, ഓരോ മാസം, ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിൽ എല്ലാ ജില്ലകളിലും വാഹനാപകടങ്ങൾ വളരെയധികം കൂടുകയാണ്. അത് പരിക്കുകളായിക്കോട്ടെ, മരണങ്ങളായിക്കോട്ടെ. ആയതിനാൽ എല്ലാവരും ഇത് വളരെയധികം കർശനമായി നന്നായി ശ്രദ്ധിച്ച് തന്നെ മനസ്സിലിരുത്തി മുന്നോട്ട് കൊണ്ടുപോയി വാഹനാപകടങ്ങൾ കഴിയുന്നതും കുറയ്ക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രാത്രി കാലങ്ങളിൽ തന്നെ ഏതുതരം വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ്. രാത്രി കാലങ്ങളിൽ തിരക്കുള്ള മറ്റുള്ള വാഹനങ്ങൾ മറുവശത്തു കൂടെ പോകുന്ന സമയത്ത് കഴിയുന്നതും ഹെഡ്ലൈറ്റ് ഡിമ്മാക്കിയിടുക. ബ്രൈറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ മറ്റുള്ള വാഹനക്കാരെയും കാൽനട യാത്രക്കാരെയും കഴിയുന്നതും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതെല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അനാവശ്യ തരം പല കളറിലെ ലൈറ്റുകളും ഉപയോഗിക്കുന്നത് കഴിയുന്നതും കുറയ്ക്കുക. ബ്രൈറ്റ് ലൈറ്റ് ഇടണമെന്ന് ഇനി വളരെ അത്യാവശ്യമാണ് തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് പിന്നെയും ഡിമ്മിലേ ആക്കേണ്ടതാണ്. പിന്നെ ആളുകളില്ലാത്ത വാഹനങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിൽ ഡിം ലൈറ്റ് ഉപയോഗിക്കാതെ തന്നെ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാവുന്നതുമാണ്. വാഹനങ്ങൾ വരുന്നതനുസരിച്ച് അതിൻ്റെ ക്രമീകരണം നടത്തേണ്ടതുമാണ്.
ഇത്രയധികം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനാപകടങ്ങൾ കയ്യിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് പലതരം വാഹനങ്ങളുടെ എണ്ണം ഓരോ വർഷം തോറും വളരെയധികം കൂടുകയാണ്. ആയതിനാൽ തന്നെ വാഹനാപകടങ്ങൾ കൂടാനുള്ള അവസരങ്ങൾ വളരെയധികം കൂടുകയാണ്. ആയതിനാൽ തന്നെ വാഹനം ഓടിക്കുന്ന എല്ലാവരും കയ്യിൽ നിന്ന് നന്നായി ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ ഒറ്റയ്ക്കായാലും ശരി, ഒറ്റയ്ക്കല്ലെങ്കിലും ശരി, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. അതിനാൽ തന്നെ വാഹനം ഓടിക്കുന്ന ഓരോ വ്യക്തികളും, ചെറിയ വാഹനമായിക്കോട്ടെ വലിയ വാഹനങ്ങളായിക്കോട്ടെ, ഓരോ വ്യക്തികളും നന്നായി തന്നെ വാഹനം ശ്രദ്ധിച്ച് ഓടിച്ചാലേ ചെറുതും വലുതുമായ ഒരു അപകടങ്ങളും ഇല്ലാതിരിക്കുകയുള്ളൂ. പരിക്കുകൾ പറ്റുന്ന അപകടങ്ങളും മരണം പറ്റുന്ന അപകടങ്ങളും ഇല്ലാതിരിക്കുകയുള്ളൂ. അതിനാൽ തന്നെ വാഹനം ഓടിക്കാൻ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യുക. അധികാരികളുടെ ശ്രദ്ധകളും ഇതിൻ്റെ മേൽ വരേണ്ടതാണ്. അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ, നിയമങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. പിന്നെ വാഹനങ്ങളിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി. വാഹനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പണികളും, അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതെടുക്കുന്നത് നിർബന്ധമാണ്. അത് എൻജിൻ സംബന്ധമായിക്കോട്ടെ, ഇലക്ട്രിക്കൽ പരമായിക്കോട്ടെ, റോഡിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റേതായ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തായാലും വേണ്ടതാണ്. എന്നാലേ അത് അപകടങ്ങൾ കുറയ്ക്കുകയുള്ളൂ. മറ്റുള്ള യാത്രക്കാർക്ക്, വാഹനക്കാർക്ക് അത് മനസ്സിലാക്കുവാനോ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എത്തിക്കുകയും ചെയ്യുള്ളൂ. പിന്നെ മഴക്കാലത്ത് ഏതൊരു വാഹനം ഓടിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് ഓടിക്കണം. വളരെയധികം പതുക്കെ ഓടിക്കണം. പ്രത്യേകിച്ച് 2 വീലറുകളെല്ലാം സ്പീഡിൽ അധികം വേഗതയിൽ തന്നെ പോകുമ്പോൾ അത് സ്കിഡ് ചെയ്യാനുള്ള അവസരങ്ങൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ കാറുകളും കൂടുതൽ അവസരമുള്ളത് 2 വീലറുകളാണ്. അതിനാൽ 2 വീലർ തന്നെ മഴയുള്ള സമയത്തെല്ലാം പോകുമ്പോൾ വളരെയധികം പതുക്കെ പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ വേഗത കൂടുന്നതനുസരിച്ച് ഓരോ അപകടങ്ങളുടെ അവസ്ഥകൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൽ നിന്നും പ്രധാനമായി മനസ്സിലാക്കാനുള്ളത്. പിന്നെ വാഹനത്തിൻ്റെ ഹോണുകൾ അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക. അതുള്ള മറ്റുള്ള യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറുന്നതുമാണ്. അവരെ ശ്രദ്ധ അതിലേക്ക് മാറി അത് വേറെ രീതിയിൽ അപകടത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നതുമാണ്. പിന്നെ അത് വായുമലിനീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്നു, ശബ്ദ മലിനീകരണം. ആയതിനാൽ അനാവശ്യമായി ഹോണുകൾ ഉപയോഗിക്കുന്നതും കുറയ്ക്കേണ്ടതാണ്. ആർക്കായാലും എത്രയായാലും പരിചയം ഉണ്ടായിക്കോട്ടെ, പരിചയമില്ലായിരുന്നോട്ടെ, അത് എത്രത്തോളം കൂടുതലായാലും ശരി, കുറഞ്ഞാലും ശരി, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഓടിക്കുക. എൻ്റെ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.